عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله الفائزين برضا الله. أما بعد، يا صاحب الوقت جبهتي تحت نعالكم أعظ بعكم نيابة عنكم. بحمزة الكرار عم المصطفى أسد الإله وسيد الشفعاء. بحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. بحمزة الكرار عم المصطفى أسد الإله وسيد الشفعاء. بحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما الله يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمين يا رب. ഈ പരിശുദ്ധ സംഗമം അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള സദസ്സുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവൻ പൊരുത്തപ്പെട്ട അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും ഇഷ്ടജനങ്ങളെയും മർക്കസുൽ ഹുദാ സ്ഥാപന സഹായ സഹകാരികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വിനീതൻ നിങ്ങളെപ്പോലെ ഈ സദസ്സിൻ്റെ ബറക്കത്ത് കാംക്ഷിച്ചു വന്ന ഒരു വ്യക്തിയാണ്. തൽക്കാലം സദസ്സിങ്ങനെ തുടർന്നു പോകണമല്ലോ. സഖാഫി ഉസ്താദ് പറഞ്ഞു രാമുഖം ഒരു 10 മിനിറ്റ് നീട്ടിക്കൊണ്ടു പോകണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ അദബ് മാനിച്ചുകൊണ്ട് നിന്നുപോയതാണ്. ഉപദേശിക്കാനോ നിർദ്ദേശിക്കാനോ അർഹനല്ലെങ്കിലും ഈ സദസ്സിൻ്റെ ബറക്കത്തും പ്രാർത്ഥനയും എനിക്കും എൻ്റെ കുടുംബത്തിനും കൂടിയവർക്കും ലഭിക്കുമല്ലോ. അല്ലാഹു തആല സദസ്സിൻ്റെ സന്തോഷം നമുക്ക് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്കും എന്നെന്നും നൽകി അനുഗ്രഹിക്കട്ടെ. മർക്കസുൽ ഹുദാ 10ാം വാർഷിക സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ സമാപന ദിവസം. അഹ്ലുസുന്നയുടെ അജയ്യ ശബ്ദം നമ്മുടെ നേതൃത്വം മൗലാന പേരോട് റഹ്മാൻ സഖാഫി ഉസ്താദ് അവറുകൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വേദിയിലെത്തും. ഉപദേശങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും നേതൃത്വം വഹിക്കും. ഈ സദസ്സ് ഇൽമിൻ്റെ സദസ്സാണ്. ഇൽമു പഠിപ്പിക്കുന്നൊരു ക്യാമ്പസിൻ്റെ പരിസരത്ത് അല്ലാഹു തആല മഹത്വം നൽകിയ വിശുദ്ധ ഇസ്ലാം മഹത്വം നൽകിയ പഠിതാക്കൾ മുതഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സ്. ഈ വിശുദ്ധ സദസ്സിലേക്ക്
ഇതിൻ്റെ ബറക്കത്ത് കാംക്ഷിച്ചുകൊണ്ട് തന്നെ വീടുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അള്ളാഹുവിനെ വിചാരിച്ച് മാത്രം ആ ഒരു ലക്ഷ്യത്തോടെയാണല്ലോ നമ്മൾ ഈ സദസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യവും നമ്മുടെ നിയ്യത്തും നന്നായതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ കരങ്ങൾക്ക് അവർ ഉയർത്തുന്ന കരങ്ങൾക്കും ആമീനുകൾക്കും വളരെയേറെ പവിത്രതയുണ്ടെന്നും മഹത്വമുണ്ടെന്നും മനസ്സിലാക്കി ഈ സദസ്സ് നമുക്കും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ മേഖലയിലും ഇതനുകൂലമായി ബാധിക്കുമെന്നുള്ള പ്രതിജ്ഞയും നിയ്യത്തും തുടക്കത്തിലേ നമുക്കുണ്ടാവട്ടെ. നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് ആദ്യമായി പാകപ്പെടുത്തിയെടുക്കണം. ഇത്തരം സദസ്സുകളിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഈ സദസ്സിന്റെ പുണ്യവും ബറക്കത്തും ഈ സദസ്സിൽ നിന്ന് പണ്ഡിത മഹത്തുക്കൾ സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ എനിക്കെന്തുണ്ട് എന്ന് മനസ്സിലാക്കി ഇവിടെ ഇരിക്കുമ്പോൾ ഒരു മണിക്കൂർ ഒരു ഉസ്താദ് വഅദ് പറയുമ്പോൾ ഇന്നലകളിൽ ബഹുമാനപ്പെട്ട റാഷിദ് ബുഖാരി ഉസ്താദ് ഇവിടെ 3 ദിവസം പ്രഭാഷണം നടത്തിയപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ശകലമെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുത്താൻ, നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ നമ്മളെപ്പോഴും ധന്യരാണ്, ഭാഗ്യവന്മാരാണ്. മുആദ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഞാൻ എന്തിനെ തൊട്ട് അഭയം തേടണം നബിയേ? ഞാൻ അഭയം തേടണം. എന്തിനെ തൊട്ട്, എന്തിനെ കുറിച്ചാണ് ഞാൻ അഭയം, അല്ലാഹുവിനോട് അഭയം തേടേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻ ഇൽമില്ലാഹി യൻഫഅ, ഉപകാരപ്രദമല്ലാത്ത അറിവ്, അതിനെ തൊട്ട് അഭയം തേടണം. ചോദിക്കട്ടെ, പറയട്ടെ, ധാരാളമായ ഇൽമുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഓൺലൈനിൽ ഒരു ഭാഗത്ത്, യൂട്യൂബിൽ ഒരു ഭാഗത്ത്, ലൈവിലൂടെ അല്ലാതെയും നേരിട്ടും നമ്മൾ ഇത്തരം സദസ്സുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ 2 മണിക്കൂർ ഒരു ഉസ്താദ് ഇവിടെ നിന്നിട്ട് വഅദ് പറയുമ്പോൾ നാം ഓരോരുത്തരും ആലോചിക്കണം, ഇന്നിന്റെ സദസ്സിൽ ഞാൻ ഒരുമിച്ച് കൂടി പങ്കെടുത്തു. വീട്ടിലിരുന്ന് ആലോചിക്കണം, ഇന്നത്തെ സദസ്സിൽ നിന്ന് എനിക്കെന്തു ലഭിച്ചു? ഒരു പൊതിച്ചോറ് കിട്ടിയത് മാത്രമാണോ? അതല്ല അവസാനത്തെ ദുആയിൽ ഞാൻ പങ്കെടുത്തത് മാത്രമാണോ? അതെല്ലാം വേണം. ഭക്ഷണം കൊടുക്കുന്നതും ദുആ ചെയ്യുന്നതൊക്കെ ദുആഇന് ഇജാബത്ത് കിട്ടാൻ കാരണമാണ്. അതിൽ ഔഷധ വീര്യമുണ്ട്, അതിൽ ബറക്കത്തുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം ഈ സദസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൽമിൽ നിന്ന്, അറിവിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും, എനിക്കെങ്ങനെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന ഒരു ചിന്തയും പ്രവർത്തനവും നിയ്യത്തും നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇന്നലകളിൽ 3 ദിവസത്തെ വഅദിൽ പങ്കെടുത്തവരോട് പോയി ഇരുന്നിട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എപ്പോ പോയി, ഞാൻ എന്താ പഠിച്ചത്, എനിക്കെന്തു കിട്ടി? കുറെ ഉറക്കം തൂങ്ങി, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ പരിചയക്കാർ, അയൽവാസികൾ, കാണാത്ത ആളുകളൊക്കെ കണ്ടപ്പോൾ കുറെ സംസാരിച്ചു. അതാണോ ഈ സദസ്സിൽ നിന്നുള്ള മെച്ചം? പ്രിയപ്പെട്ട ഉമ്മമാർ, ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, ആലോചിക്കണം. ഒരു എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളുന്നില്ല. ചെറിയ ഒരു അറിവ് രാവിലെ കായ്പനച്ച് മർക്കസുൽ ഹുദയിലെ വിദ്യാർത്ഥികൾക്ക് ഒരു 10:30 മണിക്ക് ശേഷം ഒരു ക്യാമ്പ് നടത്തി, ചെറിയൊരു ക്യാമ്പ്, കുറഞ്ഞ കുട്ടികളെയോട് അവിടെയുള്ളൂ. എന്നിട്ട് ഇന്നത്തെ ക്യാമ്പിൽ നിന്ന് നിങ്ങൾ എന്ത് നേടും? ഗെയിമെല്ലാം കൊടുത്തു, കളിപ്പിച്ചു, രസിപ്പിച്ചു. എന്നിട്ട് ചില വിഷയങ്ങൾ പറഞ്ഞു കുട്ടികളോട് ചോദിച്ചു, രാവിലെ എഴുന്നേറ്റാ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? ചൊല്ലി എണീക്കും. ബിസ്മില്ലാഹില്ലദി അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൽ ബഅ്സു വന്നുശൂർ. അത് ചൊല്ലി നമ്മൾ എഴുന്നേൽക്കും.
എഴുന്നേറ്റിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾ പറയുന്നു ബ്രഷ് എടുക്കുന്നു, പേസ്റ്റ് എടുക്കുന്നു, ടോയ്ലറ്റ് പോകുന്നു, വായ കഴുകുന്നു. ഇതൊക്കെയാണ് അവരിൽ നിന്ന് കിട്ടുന്ന മറുപടി. വിദ്യാർത്ഥികളോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം എഴുന്നേറ്റ് 2 കൈകൾ നമ്മൾ കഴുകണം. മുൻകൈ കഴുകിയതിന് ശേഷം ബാക്കി ഭാഗങ്ങൾ ശരീരം ചൊറിയലും മറ്റും കാര്യങ്ങളും പേസ്റ്റ് എടുക്കലൊക്കെ നടക്കട്ടെ. ആ ഒരു സുന്നത്ത് നമ്മൾ പാലിച്ചിരിക്കണം. ഇതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഇത്തരം ചെറിയൊരു സുന്നത്ത് ഇത്തരം സദസ്സുകളിൽ പങ്കെടുത്ത് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പതിവാക്കിയാൽ ഈ സദസ്സ് സംഘടിപ്പിച്ചവർക്കും ഇവിടെ വാഴ പറഞ്ഞവർക്കും അതുപോലെ നിങ്ങൾക്കും അത് മതി നമ്മുടെ ജീവിതത്തിൽ. അതാണ് ഇൽമുൻ നാഫിഅ്, ഉപകാരപ്രദമായ അറിവായിരിക്കണം. ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കെന്ത് ലഭിച്ചു എന്ന ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒരു 10 മിനിറ്റിന്റെ യൂട്യൂബിൽ നിന്ന് പേരോട് ഉസ്താദിന്റെയോ നഈമി ഉസ്താദിന്റെയോ വഅദ് കേൾക്കുമ്പോൾ അത് ഉറക്കം വരാൻ വേണ്ടിയിട്ട് വഅദ് കേൾക്കലല്ല. പലരും പലപ്പോഴും പറയും ഉറക്കം വരുന്നില്ല, അപ്പൊ യൂട്യൂബിൽ നിന്നൊരു വഅദ് എടുക്കും, അതവിടെ വെക്കും, എന്നിട്ട് അത് കേട്ട് ഇങ്ങനെ ഉറങ്ങും. അതല്ല വേണ്ടത്. ആ 10 മിനിറ്റ് ക്ലിപ്പിൽ നിന്ന് എനിക്കെന്തു മനസ്സിലായി, എനിക്കെന്തു ചെയ്യാൻ പറ്റും, ഇനി ദൈനംദിനം ചെയ്തില്ലെങ്കിലും നിത്യമായി നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ദിവസമെങ്കിലും, ഉദാഹരണത്തിന് ഇന്ന് പേരോട് ഉസ്താദ് ഇവിടെ നിന്ന് പറയുന്നു നിങ്ങൾ ഒരു ദിവസം ഇത്ര സ്വലാത്ത് ചൊല്ലണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ സുന്നത്ത് പതിവാക്കണമെന്ന് പറയുന്നു. ഒരു പക്ഷേ പതിവാക്കാൻ പറ്റില്ലെങ്കിലും കേട്ടതിനടിസ്ഥാനത്തിൽ ആ അദബ് ഇൽമിന്റെ അദബ് മാനിച്ചു കൊണ്ടിട്ട് ഒരു ദിവസമെങ്കിലും ആ ഒരു കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. മഹത്തുക്കളായ പണ്ഡിതന്മാർ കിതാബ് മുതഅല ചെയ്യുമ്പോൾ അവരതിൽ നിന്ന് മനസ്സിലാക്കിയതിൽ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും അമല് ചെയ്യുമായിരുന്നു എന്ന് പണ്ഡിത മഹത്തുക്കളിൽ നിന്ന് ഉസ്താദുമാരിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുമ്പോൾ അതതിനോട് ആ ഇൽമിനോട് കാണിക്കുന്ന അദബാണ്. അതുകൊണ്ട് എൻ്റെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, നമുക്ക് ഈ സദസ്സിനോട് കാണിക്കുന്ന അദബാണ് ഈ സദസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു അറിവ് നേടിയെടുത്തിട്ട് അതെന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിലിരിക്കുന്ന ആത്മീയ മജ്ലിസിലിരിക്കുന്ന നമ്മളുടെ മനസ്സിന്റെ ഒരു മാറ്റത്തിന് വേണ്ടി മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം സദസ്സിൽ രേഖപ്പെടുത്തുകയാണ്. മഹാനവറുകൾ ഒരു ഹോട്ടലിന്റെ പിറകിൽ നിന്ന് വിശന്നു വലഞ്ഞപ്പോ ഭക്ഷണം എവിടെന്നും കിട്ടില്ലെന്ന് കണ്ടപ്പോൾ ഒരു ഭക്ഷണശാലയുടെ പിറകിൽ നിന്ന് മത്ബഖിന്റെ പിറകിൽ നിന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഭക്ഷണം നക്കി തുടക്കുന്നു, തുടച്ചെടുത്ത് ഭക്ഷണം കഴിക്കുന്നു. മഹാനവറുകൾ ഭക്ഷണം അവിടെ നിന്ന് നക്കി തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തൊരു നായ വരുന്നു. ആ നായ മനുഷ്യനെ കണ്ടപ്പോൾ അതിന്റെ സ്വാഭാവികമായ ഒരു ശബ്ദമുണ്ടാക്കൽ, കുരക്കൽ, അത് ശബ്ദിച്ചു. അപ്പോൾ ഉവൈസുൽ ഖർനി റഹിമഹുല്ലാഹ് ആ നായോട് നോക്കിയിട്ട് പറഞ്ഞു, അല്ലയോ നായ, നീ എന്തിന് ശബ്ദിക്കണം? നിനക്ക് അവകാശപ്പെട്ട സ്ഥലത്തു നിന്നിട്ട് നീ ഭക്ഷണം കഴിക്കണം. എനിക്ക് അവകാശപ്പെട്ട സ്ഥലത്തു നിന്നിട്ട് ഞാനും ഭക്ഷണം കഴിക്കുന്നു. ഇവിടെ ഞാനും നീയും ഒരുപോലെയാ. ഇവിടെ ഞാനും നീയും ഒരുപോലെയാ. നീ ഭക്ഷണം കഴിച്ചോ, ശബ്ദിക്കണ്ട. ഞാൻ എന്റെ ഭാഗത്ത് ഞാൻ നക്കി തുടച്ച് എനിക്ക് വേണ്ടത് എടുത്തിട്ട് ഞാൻ പൊയ്ക്കോളാം. എന്നിട്ട് ആ നായുടെ മുഖത്ത് നോക്കിയിട്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു കമന്റ് ഉണ്ട്, ഒരു ഡയലോഗ് ഉണ്ട്. അതെന്റെയും നിങ്ങളുടെയും മനസ്സിൽ പയ്യം തറച്ചിരിക്കണം. മഹാനവറുകൾ പറഞ്ഞു, നായ, ഇന്ന് ഞാനും നീയും ഇവിടെ ഒരുപോലെയാണ്, സമമാണ്.
പക്ഷേ നാളെ മഹ്ശറിൽ ഒരു ദിനം വരാനുണ്ട്, ഹിസാബ്. ആ സമയം നിന്നെ ഹിസാബ് ചെയ്തിട്ട് ഖിസാസ് നടത്തിയിട്ട് നിന്നോട് പറയും, കൂനി തുറാബ, മണ്ണായി പോവുക എന്ന് നിന്നോട് പറയും. എന്റെ ഹിസാബ് കഴിഞ്ഞ് സിറാത്ത് പാലം വിട്ട് കിടക്കുമ്പോൾ ആ സിറാത്ത് പാലത്തിൽ നിന്നു ഞാനെങ്ങാനും നരകത്തിലേക്ക് വീണുപോയാൽ അന്ന് എന്നേക്കാൾ ഉത്തമൻ നീയാണ്. ഞാൻ കാലാകാലം നരകശിക്ഷ അനുഭവിക്കേണ്ടവനാണ്. അവിടെ എന്നേക്കാൾ ഉത്തമൻ നീയാണ്. അല്ലെങ്കിൽ സിറാത്ത് പാലം വിട്ടുകിടന്ന് എന്റെ ഇരുകാലുകളും സ്വർഗത്തിൽ ഉറപ്പിച്ചാൽ അന്നേരം നിന്നെക്കാൾ ഉത്തമൻ ഞാനാണ്. കണ്ടോ ആ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. മൃഗങ്ങളെക്കാളും മതം പതിച്ചൊരു വിഭാഗം നമ്മൾ ആകരുത്. ഇന്നും നാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നല്ല ചിന്തകളുമായി മുന്നോട്ട് നീങ്ങാൻ, ശിഷ്ടകാലം ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടെ എൻ്റെ വാക്കുകൾക്ക് വിട. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.